ബിഗ് ബോസിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേയുള്ളൂ, അർജുൻ ശ്യാം ഗോപൻ. സീസൺ 6 എൻട്രി ചെയ്യുമ്പോൾ അർജുൻ ഉണ്ടായിരുന്നത് വെറും 1,31,000 പരം ഫോളോവേഴ്സ് ആയിരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അർജുനുള്ളത് 7,35,000 പരം ഫോളോവേഴ്സാണുള്ളത്. ബിഗ് ബോസിന് ശേഷം 6 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സിന്റെ വർധനയാണ് അർജുൻ ഉണ്ടായിട്ടുള്ളത്. ഇതേ ഒരു ഗ്രാഫിൽ തന്നെയായിരുന്നു സീസൺ 4 ഡോക്ടർ റോബിനും സംഭവിച്ചിട്ടുള്ളത്. സീസൺ 4 എൻറ്റർ ചെയ്യുമ്പോൾ റോബിനുണ്ടായിരുന്നത് 65,000 പരം ഫോളോവേഴ്സ് ആയിരുന്നു. റോബിൻ തിരിച്ചിറങ്ങുമ്പോൾ 5 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിത്തിൻ 1 മന്ത് കൊണ്ട് തന്നെ അത് 1 മില്യണിലധികമായി വർദ്ധിച്ചു. പക്ഷേ ഡോക്ടർ റോബിൻ്റെയും അർജുൻ്റെയും കാറ്റഗറി വ്യത്യസ്തമാണ്. ഡോക്ടർ റോബിൻ ഇജക്റ്റ് ആക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരാധകർ 10 മടങ്ങ് വർദ്ധിച്ചു. റോബിൻ്റെയും അർജുൻ്റെയും ഗെയിമുകൾ 2 വ്യത്യസ്ത പാറ്റേണുകളിലാണുള്ളത്. 2 പേരെ ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നവരും സെപ്പറേറ്റ് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. എവിടെയൊക്കെയോ ഡോക്ടർ റോബിനും അർജുനും ചില സാമ്യതകളൊക്കെയുണ്ട്. ഒറ്റ നോട്ടത്തിൽ അർജുനും റോബിനും 2 വ്യത്യസ്ത ധ്രുവങ്ങളിലാണല്ലോ എന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നിയിരിക്കാം. പക്ഷേ റോബിൻ്റെയും അർജുൻ്റെയും എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോബിനും അർജുനും ബിഗ് ബോസിനകത്തും പുറത്തും ഒരിക്കലും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുകയോ ഗോസിപ്പ് പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇൻ്റർവ്യൂവിലാണെങ്കിലും ബിഗ് ബോസിനകത്ത് ഗെയിം കളിക്കുകയാണെങ്കിലും ഒരു ഫെയർ ഗെയിമായിരുന്നു 2 പേരും കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ 2 പേർക്കും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ളതും. ഡോക്ടർ റോബിന് ഇപ്പോഴും ഒരുപാട് ആരാധകരാണുള്ളത്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹത്തിന് വൻ ഫാൻ ഫോളോവിംഗ് തന്നെയാണുള്ളത്. അർജുൻ്റെയും സ്ഥിതി മറിച്ചല്ല. 2 പേരുടെയും പേഴ്സണാലിറ്റി കണ്ടാണ് ഒരുപാട് പേർ ഇവരെ 2 പേരെയും ആരാധിച്ചിരുന്നതും. ഒരാൾ സൈലൻ്റായി വലിയ മാസൊന്നും കാണിക്കാതെ സോഫ്റ്റായി ഗെയിം കളിച്ചപ്പോൾ മറ്റൊരാൾ അല്പം മാസൊക്കെ കാണിച്ച് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയാണ് ആളുകളെ കയ്യിലെടുത്തത്. എന്തായാലും ഇവരുടെ പേഴ്സണാലിറ്റി തമ്മിൽ എവിടെയൊക്കെയോ ചില സാമ്യതകളുണ്ടെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. സീസൺ 6 മറ്റു കണ്ടസ്റ്റൻറ്റുകളിൽ ചിലർക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഉപ്പും മുളകും ഫെയിം ഋഷിക്ക് സോഷ്യൽ മീഡിയയിൽ 1 മില്യണിലധികം ഫോളോവേഴ്സ് ബിഗ് ബോസ് സീസൺ 6 എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാസ്മിന് ബിഗ് ബോസിൽ എൻറ്റർ ചെയ്യുമ്പോൾ യൂട്യൂബിൽ തന്നെ 1 മില്യണിലധികം ഫോളോവേഴ്സും ഇൻസ്റ്റഗ്രാമിൽ 5 ലക്ഷത്തിലധികം ഫോളോവേഴ്സുമുണ്ട്. അതുപോലെ തന്നെ അമ്മയറിയാതെ എന്ന സീരിയലിലൂടെ പ്രശസ്തയായ ശ്രീധുവിനും ബിഗ് ബോസിൽ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ 5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് ശേഷം ശ്രീധുവിന് 9 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഇപ്പോഴുണ്ട്. ഓൾറെഡി ആക്ട്രസ്, മോഡൽ, ആങ്കർ അങ്ങനെ പല മേഖലകളിലൂടെയും പ്രശസ്തയായ പേളി മാണി ബിഗ് ബോസിൽ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരത് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും നിലനിർത്തി പോരുന്നുണ്ട്. ബിഗ് ബോസ് എന്ന കാറ്റഗറിയിലൂടെ മാത്രമല്ല പേളി മാണിക്ക് ഫോളോവേഴ്സ് വരുന്നത്. അവരുടെ പല മേഖലകളിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ടാണ്. ബിഗ് ബോസിലെ ഫെയിം കൊണ്ട് മാത്രമല്ല പേളി മാണി പ്രശസ്തയായത്. ഭർത്താവും ആക്ടറുമായ ശ്രീനിഷും ഒന്നിച്ചുള്ള ഫാമിലി വ്ലോഗും അവർ യൂട്യൂബിൽ ചെയ്തു പോരുന്നുണ്ട്. ഇതിനൊക്കെ ഒരുപാട് ഫാൻസാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് ബിഗ് ബോസിന് ശേഷം ഉയർന്നു വന്ന ഒരു ഫാൻ ഫോളോവിംഗ് ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ബിഗ് ബോസിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഫാൻ ഫോളോവിംഗ് കൂടിയ മറ്റൊരു മിന്നും താരമാണ് അഖിൽ മാരാർ. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചാനൽ ചർച്ചകളിലും പല കോൺട്രവേഴ്സികളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അഖിൽ മാരാർ. ബിഗ് ബോസ് സീസൺ 5 എൻറ്റർ ചെയ്യുമ്പോൾ വളരെ കുറച്ചു മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് തിരിച്ചിറങ്ങുമ്പോൾ 5 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സാണ് വർദ്ധിച്ചത്. സംവിധായകനായും പ്രാസംഗികനായും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യമായും പ്രത്യക്ഷപ്പെട്ടിരുന്ന അഖിൽ മാരാറെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കഴിവുറ്റൊരു കലാകാരനാണെങ്കിലും ബിഗ് ബോസ് സീസൺ 5 ശേഷം ഒരു മാസ് ഫാൻ ഫോളോവിംഗ് തന്നെയാണ് അഖിൽ മാരാർക്കും ഉണ്ടായിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് മേക്കേഴ്സാണ് അഖിൽ മാരാറും ഡോക്ടർ റോബിനും. ബിഗ് ബോസ് സീസൺ 5 കഴിഞ്ഞിട്ട് വർഷം 2 ആയിട്ടും സോഷ്യൽ മീഡിയയിലെ
ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് അഖിൽ മാരാർ. അതുപോലെ തന്നെ സീസൺ 4 കഴിഞ്ഞിട്ട് 3 വർഷമായെങ്കിലും ഇപ്പോഴും ഡോക്ടർ റോബിൻ എന്ന പേരിന് വലിയൊരു വാല്യൂ തന്നെയാണുള്ളത്. ആ പേര് ഒരു ബ്രാൻഡായിരിക്കുന്നു. ആ ഒരു ഗണത്തിലേക്ക് പുതുതായി എഴുതി ചേർക്കപ്പെട്ട 2-3 പേരുകളാണ് അർജുൻ, ശ്രീതു, ജാസ്മിൻ എന്നിവർ. തൻ്റെ പേഴ്സണാലിറ്റി കൊണ്ടും സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ബിഗ് ബോസിൽ ഇങ്ങനെയും ഗെയിം കളിക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്ന താരമാണ് സീസൺ 6 അർജുൻ ശ്യാം ഗോപൻ. വലിയ ബഹളങ്ങളോ ഒച്ചപ്പാടുകളോ ഉണ്ടാക്കാതെ തൻ്റേതായ ശൈലിയിൽ സൗമ്യമായി ഗെയിം കളിച്ചാണ് അർജുൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏറെക്കുറെ ഇതിനോട് സാമ്യം തന്നെയായിരുന്നു ശ്രീതുവിൻ്റെയും ഗെയിം. അതുകൊണ്ട് തന്നെയാണ് അർജുനും ശ്രീതുവും ഈ സീസണിലെ താരങ്ങളായി മാറിയതും. ബിഗ് ബോസിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ക്ഷണനേരം കൊണ്ട് ഫാൻ ഫോളോയിങ് വർദ്ധിച്ചിട്ടുള്ളത് സീസൺ 6 അർജുന് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് അർജുൻ ഇപ്പോൾ. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അർജുൻ ഈ പേര് മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ആളുകൾ ഇപ്പോഴും സെർച്ച് ചെയ്യുന്നത് അർജുൻ്റെ അപ്ഡേറ്റ്സ്, അർജുൻ്റെ സ്റ്റോറീസ്, ശ്രീജുൻ കോമ്പോസിൻ്റെ അപ്ഡേറ്റ്സ് എന്നിവയൊക്കെയാണ്. ഇനി ഞാനിതിൽ പറയാത്ത മറ്റാർക്കെങ്കിലും ബിഗ് ബോസിന് ശേഷം കൂടുതൽ ഫാൻ ഫോളോവിംഗ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായത്തിൽ ബിഗ് ബോസിന് ശേഷം ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് വന്നിട്ടുള്ളത് ആർക്കാണെന്ന് കൂടി താഴെ കമൻ്റായി അറിയിക്കുക. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരേക്കും ഓക്കെ ബൈ, താങ്ക് യു.